വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. മരുഭൂമിയിലെ പരീക്ഷ. നാം ഒത്തിരിയേറെ വായിച്ച് കേട്ട് വ്യാഖ്യാനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വചനഭാഗം. ഈ വചനത്തിൽ ഈശോ നമ്മോട് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്കു ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൽ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വചനവും 11-ാമത്തെ വചനവും 2 വലിയ കാര്യങ്ങളാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ ഈശോ കടന്നുപോയ കുറേ പ്രലോഭനങ്ങൾ, 3 പ്രലോഭനങ്ങൾ നമ്മൾ കാണുമ്പോൾ, ആദ്യത്തെ വചനം, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഈശോ ഇതാ മരുഭൂമിയിൽ വന്നു നിൽക്കുന്നു. 11-ാമത്തെ വചനം, പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് കഴിയുമ്പോൾ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു വ്യക്തി പോലുമില്ല. നമ്മൾ ആരും വിശുദ്ധരായി ജനിച്ചവരുമല്ല. വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി പടവെട്ടുന്നവരാ നമ്മളെ പടയാളികൾ, ക്രിസ്തുവിൻ്റെ പടയാളികൾ അല്ലെങ്കിൽ എന്നാണ് ക്രിസ്ത്യാനികളെ വിളിക്കുക. വിശ്രമമില്ല. ക്രിസ്തുവിൻ്റെ പടയാളിക്ക് ഒരിക്കലും വിശ്രമമില്ല. ജീവിതത്തിൽ തമ്പുരാനോട് ചേർന്നിരിക്കാൻ വേണ്ടി ചേർന്നിരിക്കാൻ തടസ്സപ്പെടുത്തുന്ന മറ്റെല്ലാ അവസ്ഥകൾക്കും വേണ്ടി നിരന്തരം പടവെട്ടാൻ തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ ധാരാളം കഷ്ടപ്പാടുകൾ സഹിക്കണമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും, എൻ്റെ പ്രിയ ശിഷ്യ തിമോത്തിയോസേ, നീ ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ ധാരാളം കഷ്ടപ്പാടുകൾ സഹിക്കുക എന്ന്. പ്രിയപ്പെട്ടവർ, ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ജീവിതത്തിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അതും ഇതിനോട് ചേർത്ത് വെക്കണം. ഈ കഷ്ടപ്പാട് എന്തിനു വേണ്ടിയാ? യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി, യേശുവാകുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി ഈ പടയാളിയായി ഞാൻ നിരന്തരം യുദ്ധം ചെയ്യാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കേണ്ട ഉപേക്ഷിക്കലിനെ കുറിച്ചുകൂടി ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോൾ TV വെച്ചാലും നെറ്റ് ഓപ്പൺ ചെയ്താലും എല്ലാം നിരന്തരം പരസ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല കാറ്, നല്ല വാച്ച്, നല്ല ഷർട്ട് ഒക്കെ ഒരു പ്രലോഭനമാണ്. കമ്പനികൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പരസ്യമായി ഇട്ടു തരും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അതിനോട് വലിയ ഇഷ്ടം തോന്നിയിട്ട് ആ പ്രലോഭനങ്ങളെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഓടാൻ തുടങ്ങും.
അപ്പോൾ നമ്മുടെ പ്രാർത്ഥന തിരിച്ചാകും, പ്രലോഭനങ്ങൾ തരണമേ, അത് മേടിക്കണമെങ്കിൽ നമുക്ക് കൂടുതലായി പൈസ വേണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ തിരിച്ച് നമ്മൾ പോലും അറിയാതെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രലോഭനങ്ങൾ തരണമേ എന്ന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങൾ നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമായ പ്രലോഭനങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ 3 മേഖലകളെ നമുക്ക് അവലോകനം ചെയ്യാനുള്ള അവസരമാണിത്. ഈ അവലോകന വിധേയമാക്കാനുള്ള ഒരു ക്ഷണമാണ് ഈശോ നമുക്ക് തരുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വചനം ഇങ്ങനെയാ: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് വചനം എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് വചനം എഴുതി വയ്ക്കുമ്പോൾ, ദൈവത്തിൻ്റെ ചൈതന്യം ഈ വെള്ളത്തിന് മീതെ നിൽക്കുക എന്ന് പറയുമ്പോൾ, രൂപരഹിതമായ ഒരു ഭൂമിയിൽ വെള്ളത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി നിൽക്കുന്നുവെന്ന. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ആത്മീയ ശക്തി നിൽക്കണം. അത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 4:1 നമ്മൾ കണ്ടത്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആവാസമുള്ള ഒരു വ്യക്തിയിൽ ഏത് വിധത്തിലുള്ള പ്രലോഭനങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നാലും അവരൊരിക്കലും തകർക്കപ്പെടുകയില്ല. ഫൈനലി നമുക്ക് കാണാനായിട്ട് പറ്റും. മത്തായി 4:11 ദൈവദൂതന്മാർ വന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ദൈവമേ, എൻ്റെ കൂടെ നിൽക്കണമേ എന്ന് വീണ്ടും നമ്മൾ കാണും. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം 8-9 വചനങ്ങൾ. വലിയ ജലപ്രളയമുണ്ടായി. വലിയ ജലപ്രളയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ജലപ്രളയത്തിൻ്റെ അവസാനത്തിൽ നോഹ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി 8:8 ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവരൊരു പ്രാവിനെയും വിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ കൈ നീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുമെന്ന് മത്തായി 4:1 വചനത്തിലെ വലിയ അർത്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. പുറപ്പാട് യാത്രയെ നമ്മളിങ്ങനെ ഓർമ്മിക്കുമ്പോൾ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം നേരിട്ട പ്രലോഭനങ്ങളെക്കുറിച്ച് അതിൻ്റെയൊക്കെ ഒരു പ്രതീകാത്മകമായ ഒരു ആവിഷ്കരണം തന്നെയാണ് ഈ മത്തായി 4:1-11 നമ്മൾ കാണുവാനായിട്ട് സാധിക്കുക. അവിടുത്തെ പരസ്യ ജീവിതത്തിൽ തന്നെ പരീക്ഷിക്കുന്നതിനായി കൂടെ നിയമജ്ഞരും പരിസയരും എല്ലാം കടന്നു വരും. ഒത്തിരി ഇടപെടലുകളും പ്രലോഭനങ്ങളും ഒക്കെ ആ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ട് എന്ന് ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ഈശോ ഇവിടെ മരുഭൂമിയിൽ പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ ഒത്തിരി പരീക്ഷണങ്ങളൊന്നുമില്ല. ആകെ 3 പരീക്ഷണങ്ങളാണ് ഇവിടെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതിൽ എല്ലാത്തിലും ഒറ്റയൊരു കാര്യമേ പറയുന്നുള്ളൂ. മറ്റൊന്നുമല്ല, തനിക്ക് വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രലോഭനം. അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. വചനം നമുക്ക് കേൾക്കാനായിട്ട് പ്രലോഭകൻ മത്തായിയുടെ സുവിശേഷം 4:3 കാണുകയാണ്. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രലോഭനം എന്ന് പറയുക, കല്ലുകളെ അപ്പമാക്കാനായിട്ട് സാത്താൻ ഈശോയോട് പറയുമ്പോൾ ഈശോയ്ക്ക് നല്ല വിശപ്പുണ്ട്. 40 ദിവസം ഉപവസിച്ച ഈശോയ്ക്ക് നല്ല വിശപ്പുണ്ട്. ആ അപ്പമാക്കി മാറ്റിയാൽ, കല്ലിനെ അപ്പമാക്കി മാറ്റിയാൽ അപ്പം എടുത്ത് കഴിക്കാൻ പറ്റുന്നതും വിശപ്പടക്കാൻ പറ്റുന്നതും ഈശോയ്ക്ക് തന്നെയാണ്. സാത്താൻ വന്നിട്ട് ഈശോയോട് പറയുകയാ, നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കല്ലുകളെ അപ്പമാക്കി അത് കഴിച്ചുകൊള്ളുക. സ്വയം ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയുമ്പോൾ ഈശോ അവനോട് പറയുന്നുണ്ട് ഉപകാരം. ഈശോയോട് പറയുമ്പോൾ ഈശോ പറയും, മത്തായി 4:4 അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഇവിടെ ആ ഒരു പരീക്ഷയെ അതിജീവിക്കുന്നു. രണ്ടാമത്തെ പരീക്ഷണം എന്താ നമ്മൾ കാണുന്നു? മത്തായി 4:5 അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക.
നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. താഴേക്ക് ചാടാനായിട്ട് ഈശോയോട് ആവശ്യപ്പെടുമ്പോൾ ഈശോ എടുത്തു ചാടിയാൽ ദൈവദൂതന്മാർ അവനെ കൈകളിൽ എടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ എടുത്താൽ ഈശോ എല്ലാവരും വലിയവനെന്ന് പ്രകീർത്തിക്കും, വലിയ ഖ്യാതി കിട്ടും, ഈശോയ്ക്ക് വലിയ പ്രശസ്തി കിട്ടുമെന്ന് അവൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് പറയുമ്പോൾ ഈശോ ആ പ്രലോഭനത്തെ അതിജീവിക്കുകയാണ്. ഈശോ പറയുന്നു മത്തായി 4:7 നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വചനം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രലോഭനമെന്ന് പറയുക ഈശോയോട് പറയുന്നു മത്തായി 4:8 വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് നൽകാം. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 3 തലത്തിലുള്ള പ്രലോഭനങ്ങളെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഈശോ താഴേക്ക് ചാടിയാൽ ഈശോയെ ദൂതന്മാർ കൈകളിൽ വഹിക്കുമ്പോൾ മറ്റുള്ളവർ കണ്ട് ഈശോയെ പ്രകീർത്തിക്കും, ഈശോയ്ക്ക് മഹത്വം കിട്ടും. കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കുമ്പോൾ ഈശോയുടെ വിശപ്പ് മാറും, ഈശോയ്ക്ക് വലിയ സന്തോഷമുണ്ടാകും. മൂന്നാമത്തെ കാര്യം എന്താ? ഈശോ പിശാചിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. ഇതാണ് 3 പ്രലോഭനങ്ങൾ. ഈശോ ഇവിടെയെല്ലാം നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, തനിക്ക് വേണ്ടി ജീവിക്കാൻ സാത്താൻ ഈശോയെ പ്രലോഭിപ്പിക്കുന്നതാണ് നമ്മളിവിടെ കാണുക. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഇതേ പ്രലോഭനങ്ങളാണ് കടന്നു വരിക. നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരു പ്രലോഭനം നമ്മുടെ മുമ്പിലേക്ക് സാത്താൻ വെക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉയരണം. ഈ ഒരു പ്രലോഭനം നമ്മുടെ ഉള്ളിലേക്ക് സാത്താൻ പല വിധത്തിൽ പല മേഖലകളിൽ തന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ പ്രലോഭനം അപ്പത്തെക്കുറിച്ചല്ലേ. കല്ലുകൾ അപ്പമാകാൻ പറയുക. ശരീരത്തിൻ്റെ വലിയ ഒരു ദാഹമാണ്, വിശപ്പ് വരുന്നു, അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ട്. പാമ്പ്ളാനി അച്ഛൻ്റെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ വായിക്കാനിടയായി, കല്ല് പൊടിഞ്ഞ് ആണ് മണ്ണുണ്ടാകുന്നത്. കല്ലുകൾ കൊണ്ട് കല്ലുകളെ അപ്പമാക്കാൻ പറയാൻ പിശാച് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കല്ലുകൾ പൊടിഞ്ഞ് മണ്ണായി മാറി ഈ മണ്ണിൽ ധാന്യം വിതറിക്കഴിയുമ്പോൾ അവിടെ നിന്നാണ് അപ്പം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ കല്ലുകൾ പൊടിഞ്ഞ് മണ്ണായി മാറി അതിൽ വിത്തുകൾ വീണ് ധാന്യം മുളച്ച് അത് അപ്പമായി മാറുവാൻ വളരെ കാലഘട്ടങ്ങളെടുക്കും. വലിയ ഒരു കാലത്തിൻ്റെ ദൈർഘ്യമുണ്ട്. ഈ കാലത്തിൻ്റെ ദൈർഘ്യത്തെ അതിജീവിക്കാനായിട്ടാണ് ഇവിടെ പിശാച് ഈശോയോട് ആവശ്യപ്പെടുക. എത്രയും പെട്ടെന്ന് ഈ ശരീരത്തിൻ്റെ ആവശ്യം നടക്കണം. ഇപ്പോൾ നിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ, കഷ്ടപ്പാടുകൾ അതിജീവിക്കാനായിട്ട് മനസ്സ് കാണിക്കാതെ എത്രയും പെട്ടെന്ന് അപ്പം ഉണ്ടാക്കി കഴിക്കാനായിട്ട് കാത്തിരിക്കാൻ പറ്റാതെ കാത്തിരിക്കണ്ടെന്ന് ഈശോയോട് പിശാച് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഈശോ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിർത്ത് നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന്. വിശുദ്ധ അഗസ്റ്റിൻ കാനായിലെ കല്യാണത്തിൻ്റെ വിരുന്നിനെ കുറിച്ച് ഒരു വ്യാഖ്യാനം തരുന്നത് ഇങ്ങനെയാണ്: മഴവെള്ളം മണ്ണിലിറങ്ങിയിട്ട് മുന്തിരിയുടെ തണ്ടിലെത്തി മുന്തിരി വീഞ്ഞായി മാറാൻ ചുരുങ്ങിയത് 10 മാസം എടുക്കുമെന്ന്. ഈശോ ഈ ദൈർഘ്യം നമ്മൾക്ക് കാണാനായിട്ട് ഭൂമിയിൽ ഉള്ള അവസ്ഥയാണ് പറയുക. ഒരു മുന്തിരി തണ്ടിലേക്ക് വെള്ളം എത്തിയിട്ട് ആ മുന്തിരിച്ചെടി വളർന്ന് അതിൽ നിന്ന് മുന്തിരിപ്പഴങ്ങളുണ്ടായി വീഞ്ഞായി മാറാൻ ചുരുങ്ങിയത് 10 മാസം എടുക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുവാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റാതെ നമ്മുടെ ആഗ്രഹങ്ങളെ അപ്പോൾ തന്നെ നിറവേറ്റാൻ ഒരു പ്രലോഭനം സാത്താൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വയ്ക്കും. അത് ഏത് വിധേനയും ആയിക്കോട്ടെ. ഇവിടെ വിശന്നിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ ഒറ്റ പ്രലോഭനം വെച്ചുള്ളൂ, ഈ കല്ലുകളെ നീ പെട്ടെന്ന് അപ്പമാക്കി മാറ്റണം. നീ ഇനി കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് കല്ലുകളെ അപ്പമാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലുണ്ട്. മനുഷ്യന് അപ്പം ആവശ്യമാണ്. കഷ്ടപ്പെടാൻ കയ്യെത്തുന്ന ദൂരത്ത് ദൈവം അത് കഷ്ടപ്പെട്ടാൽ നിനക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ ഈശോ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ കഷ്ടതകളെയെല്ലാം എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു പ്രലോഭനം
അത് ഈ കാലഘട്ടത്തിൽ എനിക്കുണ്ട്. കഷ്ടതകളും പ്രലോഭനങ്ങളും ഒക്കെ നമ്മുടെ കൂടെ വരും. അവിടെ ദൈവത്തിൻ്റെ ആത്മീയ ശക്തി കൊണ്ട് ജയിച്ചിട്ട് ദൈവദൂതന്മാർ കൂടെ ഇത് ശുശ്രൂഷിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാ ഈ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ വെച്ച് തരിക. അത് നമ്മൾ ചിന്തിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രലോഭനം എന്താ? ഈശോയെ ദേവാലയത്തിൻ്റെ ഗോപുരത്തിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നീ താഴേക്ക് ചാടിക്കൂ. ദേവാലയ ഗോപുരമെന്ന് പറയുക ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന സ്ഥലമാണ്. അവിടെ മനുഷ്യ മക്കൾക്ക് കയറിയിരിക്കാനുള്ള അവകാശമില്ല. ദൈവമഹത്വം വെളിപ്പെടാനുള്ള സമയമാണ്. അവിടെ മുകളിലോട്ട് കയറിയത് കൊണ്ടാണല്ലോ താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് അർഹിക്കാത്ത സ്ഥലത്തേക്ക് ഞാൻ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വരും. അവിടെ ചെന്ന് നിന്നാൽ അതെനിക്കൊരു പ്രലോഭനമാണ്. അതിന് മുകളിലേക്ക് എത്തിപ്പിടിക്കാനൊരു ശ്രമം എനിക്ക് തോന്നും. എന്നാൽ ഈശോ നമ്മളോട് പറയുകയാണ്, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം ഞാൻ നിന്നാൽ മതി. ഈശോയോട് പറഞ്ഞു, നീ താഴേക്ക് ചാടിക്കോ, ദൂതന്മാരെ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന്. ഇത് നിനക്ക് അത്ഭുതം ചെയ്യുമ്പോൾ നിനക്കൊരു വലിയ കയ്യടി കിട്ടും, വലിയൊരു സ്ഥാനം കിട്ടും. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് നിനക്ക് പറ്റുമെന്ന് ഈശോയോട് പറയുമ്പോൾ ഈശോ പറയും, അവനോട് പറയും, സാത്താനെ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാത്താനെ അവിടുന്ന് പിന്തിരിപ്പിച്ച് ആ പരീക്ഷണത്തെയും അതിജീവിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു പ്രലോഭനമുണ്ട്. ഈശോയോട് അവൻ കൊടുക്കുന്ന പ്രലോഭനം അവനെ ആരാധിക്കണമെന്ന. പ്രിയപ്പെട്ടവരെ, ഇവിടെ സാത്താൻ പറയുന്നൊരു കാര്യം, അവനാണ് ദൈവം, സെൽഫിഷ്, സ്വയം ദൈവമായി ചിന്തിച്ചിട്ട് അവൻ ഈശോയോട് പറയുകയാണ് അവനെ ആരാധിക്കാൻ. നമ്മുടെ ജീവിതത്തിലും ഈ പ്രലോഭനങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. നമ്മളോട് പറയും, ഓ എത്രയോ വലിയ കാര്യമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ വലിയ ആളാണല്ലോ, നീ അതാണ്, നീ ഉള്ളത് കൊണ്ട് എനിക്കതൊക്കെ സാധിച്ചത്. മുഖസ്തുതികളുമായി ഒരുപാട് പേര് നമ്മുടെ മുമ്പിലേക്ക് വരും. അവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ പ്രലോഭനങ്ങളാണ് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് എനിക്ക് പറ്റും. ശരീരത്തിൻ്റെ, സ്പേസിൻ്റെ, സെൽഫിഷ്നെസ്സിൻ്റെയൊക്കെ ചില മേഖലകളിലാണ് നമ്മൾ പ്രലോഭനങ്ങളെ ഇന്ന് അതിജീവിക്കാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാൻ പറ്റും, യുവജനങ്ങളൊക്കെ ബൈക്കിൽ സ്പീഡിൽ ചീറിപ്പാഞ്ഞു പോവുകയാണ്. നോർമൽ സ്പീഡല്ല, അതിനപ്പുറത്തേക്ക് അവർ ചീറിപ്പാഞ്ഞു പോവുകയാണ്. അതുപോലെ മുടിയൊക്കെ വെട്ടിയിട്ട് പ്രത്യേക രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് തലമുടിയൊക്കെ പൊക്കി വെച്ച് സ്പൈക്ക് രീതിയിൽ അവർ നടക്കുമ്പോൾ എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി, അവരുടെ മുമ്പിൽ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി, തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇതൊരു വലിയ പ്രലോഭനമാണ്. ഈ പ്രലോഭനത്തെ അതിജീവിക്കാനാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുക. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് ഉപേക്ഷിക്കണം. എന്നിട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞുങ്ങളെ നോക്കിയാലിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, അവർ ഭയങ്കരമായിട്ടും കരയും. ചിലപ്പോൾ ഒരു കാര്യവുമില്ലാതെ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അവർ കരയും. എന്തിനെന്നോ? അവർക്കൊരു അട്രാക്ഷൻ, അവർക്കെല്ലാവരുടെയും ശ്രദ്ധയൊന്ന് പിടിച്ചു പറ്റണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ചില പ്രലോഭനങ്ങൾ കടന്നു വരും. എടുക്കേണ്ടാത്ത സാധനങ്ങൾ പോയി ഒന്ന് എടുത്തിട്ട് ചെയ്യേണ്ടാത്ത ബിസിനസ് കുറച്ചുകൂടി ലാഭമുണ്ടാക്കാൻ വേണ്ടി ചെയ്തു വെക്കാനായിട്ട് മറ്റു പല വ്യക്തികളും നമ്മുടെ മുമ്പിൽ ഒത്തിരി ഉപാധികളുമായി വരും. കയ്യിലിരിക്കുന്ന ചോർന്നു പോകുന്ന പോലും അറിയാതെ ഈ പ്രലോഭനത്തിൽ ചെന്ന് അകപ്പെട്ടിട്ട് ഇരട്ടിപ്പെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ചെന്നുപെടും. അവസാനം ഒന്നുമില്ലാതെ നമ്മൾ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതൊക്കെ പ്രലോഭനങ്ങൾ തിരിച്ചറിയാൻ ആത്മാവിൻ്റെ കൃപ ആദ്യമേ നമുക്ക് വേണം. ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് എങ്കിൽ, ആ ആത്മാവിൻ്റെ നിറവിനോട് ചേർന്ന് നിന്നതുകൊണ്ട് ഈ മരുഭൂമിയിലെ പരീക്ഷയെ മുഴുവൻ അതിജീവിക്കാനുള്ള കൃപ ഈശോയ്ക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിക്കാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരണം. അതിനു വേണ്ടിയാണ് അവിടുത്തോട് നമ്മൾ ചോദിച്ചു മേടിക്കേണ്ടത്. ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് പറ്റും, എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് ഈ കഴിവുണ്ടെന്ന് പറഞ്ഞ് ഇല്ലാത്ത കഴിവുകളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന ചില വ്യക്തികൾ. അവിടെയെല്ലാം വലിയ പ്രലോഭനങ്ങളാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നതെന്ന് ഓർക്കണം. സാത്താനെ ആരാധിക്കാനുള്ള പ്രലോഭനമാണ് നമ്മുടെ മുമ്പിൽ വെക്കുക. ഏത് വിധേനയും തൻ്റെ സകല സമ്പത്തും തൻ്റെ അധീനതയിൽ, കുടുംബത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും നമുക്ക് വേണം, പിടിച്ചു വെച്ചിരിക്കുക, ആർക്കും കൊടുക്കാതെ. അവിടെയെല്ലാം ഈ പ്രലോഭനം നമ്മളെ കീഴടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രലോഭനങ്ങൾ നമ്മളെ കീഴടക്കരുത്. പരീക്ഷിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ധാർമ്മികമായി അപൂർണതയുള്ള ആളായതുകൊണ്ടല്ല,
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രലോഭനങ്ങൾ കടന്നു വരും. കാരണം ഈശോയും പ്രലോഭനങ്ങളെ അതിജീവിച്ചവനാ. ഈശോയുടെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല എനിക്ക് പ്രലോഭനങ്ങൾ കടന്നു വരിക. കണ്ണുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ വരുന്നത് ഒക്കെയും എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ കടന്നു വരാൻ കാരണം എൻ്റെ ഈശോ കടന്നു പോയ വഴികളിലൂടെ ഞാനും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ പ്രലോഭനങ്ങളെ. ശരീരത്തിൻ്റെയും ഉന്നതമായ സ്ഥാനമാനങ്ങളുടെ, എൻ്റെ സ്പേസിൻ്റെ, എൻ്റെ പൊസിഷൻ്റെ, എൻ്റെ സെൽഫിഷിൻ്റെ ഒക്കെ മേഖലകളിൽ എനിക്ക് കടന്നു വരുന്ന ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ഒറ്റ പ്രാവശ്യം കൊണ്ട് പരീക്ഷകനെ എന്നേക്കുമായി പരാജയപ്പെടുത്തി എന്ന് ചിന്തിക്കരുത്. ഈശോയുടെ അടുക്കലേക്ക്, വീണ്ടും കുരിശിൽ കിടക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് പ്രലോഭകൻ കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. രക്ഷകനാകാനുള്ള പ്രലോഭനമാണ് ഈശോയുടെ മുമ്പിൽ വെക്കുക. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 42-ഉം 43-ഉം വചനങ്ങൾ നമ്മൾ ഇങ്ങനെ കാണും. അവനെ പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ. കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ. ഞാൻ എന്നാണല്ലോ ഇവൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ നിമിഷങ്ങളിലും കുരിശിൽ കിടക്കുമ്പോഴും പ്രലോഭകൻ അവിടുത്തെ പരീക്ഷിക്കാനായിട്ട് പടയാളികളുടെയും കൂടെ നിൽക്കുന്നവരുടെയൊക്കെ രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ പ്രലോഭനങ്ങളൊന്നും അകലെയല്ല. അവസാന നിമിഷം വരെ പ്രലോഭനങ്ങൾ നമ്മുടെ കൂടെയുണ്ടാകും. ഈ പ്രലോഭനങ്ങൾ നമ്മുടെ കൈത്തറ്റം വന്നാലും അത് നമ്മളെ മൂടിക്കളയാൻ നമ്മൾ അനുവദിക്കരുത്. മറിച്ച് ഈശോ അതിജീവിച്ചതുപോലെ വചനങ്ങൾ വായിച്ചുകൊണ്ട് ഈ പ്രലോഭനത്തെ അതിജീവിക്കണം. ഈശോയുടെ മുമ്പിൽ എളിമയോടെ നിന്ന് കർത്താവിൻ്റെ കരം പിടിച്ച് പ്രലോഭനങ്ങളെ അതിജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി, തനിക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മൂന്നാമത്തെ പ്രലോഭനത്തെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. സ്വന്തമല്ലാത്തതിനെ ഒന്നും ആഗ്രഹിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കരുതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. കെസറിയ ഫിലിപ്പിയിൽ വെച്ചും പത്രോസും ഇതുപോലെ തന്നെ ഈശോയെ ഒന്ന് പരീക്ഷിക്കുക. പ്രലോഭകന്റെ രൂപത്തിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് തമ്പുരാനെ കുറിച്ച് പത്രോസ് പറയുകയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ ആരാണ് എന്ന് നിങ്ങൾ പറയുന്നെന്ന് ഈശോ ശിഷ്യരോട് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, മത്തായി 16:16 നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. യേശു അവനെ വലിയ പ്രഘോഷിച്ച് പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന്. എന്നിട്ട് പത്രോസിന് ഈശോ കൊടുക്കാൻ പോകുന്ന അധികാരത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുകയാണ്. പിന്നെ ഈശോ പീഡാസഹനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ മത്തായി 16:22 പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കുരിശിലെ ഈശോയുടെ യാത്രയെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പീഡകളെക്കുറിച്ച് ഈശോ ശിഷ്യരെ ഓർമ്മിപ്പിക്കുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ശിഷ്യരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രലോഭനം കൈകളിൽ എടുത്തു വെച്ചിട്ട് പത്രോസ് പറഞ്ഞു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ പ്രലോഭകന്റെ രൂപത്തിൽ പത്രോസ് ശിഷ്യരുടെ മുമ്പിൽ വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ എവിടെയെന്ന്, ഈ പ്രലോഭനങ്ങൾ അതിജീവിച്ചുകൊണ്ട് കുരിശിലേക്ക് പോകേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശോ പറഞ്ഞു. മത്തായി 16:23 യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പോരാടേണ്ട പടയാളികളാണ് നമ്മൾ ഓരോരുത്തരും. പ്രലോഭനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളൊക്കെ കടന്നു വരുമ്പോൾ തമ്പുരാൻ്റെ ആത്മീയ ശക്തി സ്വന്തമാക്കിക്കൊണ്ട് ദൈവദൂതന്മാർ ശുശ്രൂഷിക്കാൻ തക്കവിധം ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് അവൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കണം. ജീവിത വഴികളിൽ നിന്ന് മാറിച്ചരിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചോദിച്ചു മേടിക്കണം. നമുക്ക് മുമ്പേ നടന്നു പോയ ഈശോ നമ്മുടെ കൂടെയുണ്ട്. പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നമുക്ക് ചോദിച്ചു മേടിക്കാം. തമ്പുരാൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നല്ല ഈശോയെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ശരീരത്തിൻ്റെ മുഖങ്ങളെ, എൻ്റെ മനസ്സിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെയൊക്കെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. പല വിധത്തിലെ പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ലത് മാത്രം സ്വീകരിക്കാൻ, മറ്റ് പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാൻ അവിടുത്തെ ആത്മാവിൻ്റെ കൃപ എനിക്ക് തരണം ഈശോയെ. ജീവിതത്തിൻ്റെ വഴികളിൽ വഴിതെറ്റിപ്പോകാതെ നേരെ ചരിക്കുവാൻ അവിടുന്ന് തന്നെ എന്നെ നയിക്കണം. അങ്ങേ മരുഭൂമിയിലേക്ക് ആത്മാവ് നയിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ എപ്പോഴും ആത്മാവ് നയിക്കുവാൻ ഇത് എന്നെ നിനക്ക് തരികയാണ്.
നീ എൻ്റെ ജീവിതത്തെ ഏറ്റെടുത്ത് അഭിഷേകം കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മ നിറവ് കൊണ്ട് നിറച്ച് പുതിയ വഴികളിലേക്ക് നയിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ തമ്പുരാനെ, എല്ലാ കൃപയും ആരാധനയും സ്തുതിയും മഹത്വവും നിനക്ക് സമർപ്പിക്കുന്നു. നിനക്ക് സദാ ആരാധനയുണ്ടായിരിക്കട്ടെ. നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.